എത്ര പ്രകൃതി മനോഹരമായിട്ടുള്ള ചേർത്തലയാണല്ലേ നമ്മുടേത്. അപ്പോൾ ദേ ചേർത്തല AS കനാൽ എന്ന് കേട്ടിട്ടുണ്ടോ? അതായത് നമ്മുടെ പുത്തൻതോട്. അപ്പോൾ പുത്തൻതോട്ടിൽ ദാ ഒരു മനുഷ്യൻ നിൽക്കുന്നത് കണ്ടില്ലേ? അലി എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര് കേട്ടോ. രാവിലെ 6 മണി മുതൽ ദേ ഇപ്പോൾ 9 മണിയായി. ഈ സമയത്തും ആൾ ഈ പായലിൻ്റെ ഇടയ്ക്ക് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കിണഞ്ഞ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹത്തിനെ നിങ്ങൾക്ക് അറിയാൻ പാടുണ്ടാവില്ല, പക്ഷേ ചേർത്തലക്കാർ അറിഞ്ഞിരിക്കേണ്ട ആളാണ്. ഈ വ്യക്തിയാണ് ചേർത്തലയിലെ ഈ ഒരു AS കനാലിനെ ശുചിയായിട്ട് സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആൾ. ഇന്നലെ രാത്രി പോലും ക്ലീൻ ചെയ്തിട്ടിട്ട് പോയാൽ, ക്ലീൻ ചെയ്യാന്ന് വെച്ചാൽ അദ്ദേഹത്തെ കൊണ്ട് പറ്റുന്ന പോലെയെല്ലാം മാലിന്യ വിമുക്തമാക്കാൻ തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതാ ഇവിടെ കിടക്കുന്നത് കണ്ടോ, ഇന്നലെ രാത്രി നിക്ഷേപിച്ചിട്ടുള്ള ഐറ്റംസ് ആണ് ഇത്രയും. ഇദ്ദേഹം പെറുക്കി കൂട്ടുന്നതാണ് ഈ സൈഡിൽ കാണുന്ന ഇതത്രയും. അപ്പോൾ ഇതുപോലെ കവറുകളിലും ചാക്കുകളിലും പ്ലാസ്റ്റിക് കൂടുകളിലൊക്കെ കെട്ടി ഒരുപാട് പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് ഈ AS കനാലിലേക്ക് ഈ പ്രദേശവാസികളും കടക്കാരുമെല്ലാം നിക്ഷേപിക്കുന്നത്. ഈ തെളിഞ്ഞു കിടക്കുന്ന വെള്ളത്തിനടിയിൽ പോലും ഭയങ്കരമായിട്ടുള്ള വേസ്റ്റുകളാണ് കേട്ടോ കുമിഞ്ഞു കൂടി കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇരുമ്പ് പാലം വരെ മാത്രമാണ് ഞാൻ സഞ്ചരിച്ചതെങ്കിലും ഈ വെള്ളത്തിലൂടെ പോയപ്പോൾ എന്നെ ഒരുപാട് വിഷമിപ്പിച്ചൊരു കാര്യമാണ്, ഇത്രയും മനോഹരമായ ഒരുപാട് ടൂറിസം സാധ്യതകളുള്ള ഒരു കനാൽ നമുക്കുണ്ടായിട്ട് ഇതാണല്ലോ ഇതിൻ്റെ അവസ്ഥ എന്ന്. പക്ഷേ ഈ ഒരു വിഷമങ്ങളെല്ലാം മാറാൻ പോവുകയാണ്. കാരണം ഈ നവംബർ 24-ാം തീയതി 5000-ൽ പരം ആളുകൾ വിവിധ സന്നദ്ധ സംഘടനകളിലൂടെ അണിനിരന്നുകൊണ്ട് AS കനാൽ ശുചീകരിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും പങ്കാളികളാവുക. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ കമന്റ് ബോക്സിൽ നൽകിയിട്ടുള്ള ലിങ്ക് വഴി രജിസ്റ്റർ ചെയ്തോളൂ കേട്ടോ.